ഫാസിൽ സാറിന്റെ പഴയ ചില മാസ്റ്റർ ക്രാഫ്റ്റ് സിനിമകൾ കാണുമ്പോൾ ഡയറക്റ്റഡ് ബൈ ഫാസിൽ എന്ന് എഴുതി കാണിക്കുമ്പോൾ മനസ്സിൽ കൂടെ പോകുന്ന വേറെ സാധനമുണ്ട്, ദ ഗോഡ് ഫാദർ. നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന കറന്റ് ഫോം ഓഫ് മലയാള സിനിമയും അതിന്റെ ലെഗസിയിലും ഫാസിൽ എന്നൊരാളുടെ ക്രിയേഷൻസ് റാദർ കോൺട്രിബ്യൂഷൻസ് അതൊരു ഫിലിം ഡയറക്ടറായിട്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അതിനെ ഒരു ഗ്രേറ്റസ്റ്റ് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നോ ചെയിൻ റിയാക്ഷൻ എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കും. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയിൽ മോഹൻലാൽ എന്ന ഒരാളെ കാസ്റ്റ് ചെയ്യാനെടുത്ത ആ ഡിസിഷൻ മുതൽ തുടങ്ങുന്നു ദ ഫാസിൽ എഫക്ട്. അവിടെ നിന്ന് ലാലേട്ടൻ പ്രിയദർശൻ ലെഗസി മുതൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് ചുമ്മാ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഫാസിൽ സാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത സിദ്ദിഖ് ലാൽ കോമ്പിനേഷൻ, അനീതി പ്രാവിലും കയ്യെത്തും ദൂരത്തിലും നമുക്ക് തന്ന പുതിയ നായകന്മാർ, ബേബി ശാലിനി, നയൻതാര മുതൽ അങ്ങനെ ഒരുപാട് പേര്. പിന്നെ അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസ് ആയി വന്ന് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആയി സൂപ്പർ ഹിറ്റുകൾ ഉണ്ടാക്കിയവർ, ക്രിയേഷൻസ് കണ്ട് ക്രിയേറ്ററെ അഡ്മയർ ചെയ്യുന്ന എന്നെ പോലെയുള്ളവർക്ക് ഡയറക്ട്ലി നോളജ് ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളും വേറെയും ഉണ്ടാവും. ഫ്രം ആൻ ഒപ്പോസിഷൻ പെർസ്പെക്റ്റീവ്, ഫാസിൽ എന്ന് പറയുന്ന ഒരാൾ മലയാള സിനിമയിൽ ഇല്ലായിരുന്നെങ്കിലും മലയാള സിനിമ കണ്ടിന്യൂ ചെയ്താനെ. പക്ഷെ അതൊക്കെ എങ്ങനെ സംഭവിക്കുമായിരുന്നു എന്നുള്ളത് വളരെ അൺക്ലിയർ ആണ്, അതുപോലെ തന്നെ ഡിബേറ്റബിളുമാണ്. ഫാസിൽ സിനിമാറ്റിക് യൂണിവേഴ്സിനെ യുണീക്ക് ആക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വർഷങ്ങളായിട്ട് നമ്മൾ പറയുന്ന അദ്ദേഹത്തിന്റെ സിനിമാ പേരുകളിലെ ചന്ദ്രക്കല എഫക്ട്, മണിച്ചിത്ര താഴ്, നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട്, കയ്യെത്തും ദൂരത്ത്, വിസ്മയ തുമ്പത്ത്, അനീതി പ്രാവ്, ഹരികൃഷ്ണൻ, അങ്ങനെ ഒരു ചന്ദ്രക്കല പ്രൊനൗൺസിയേഷൻ വരുന്ന ഒരുപാട് സിനിമകൾ. പിന്നെ അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലെയും ചോയ്സസ് ഓഫ് കോസ്റ്റ്യൂംസ്. സിനിമയിലെ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിന്റെ ഒരു തിയറി എന്ന് പറയുന്നത് കഥാപാത്രത്തിന് വേണ്ടിയാണ് കോസ്റ്റ്യൂംസ്, അല്ലാണ്ട് കോസ്റ്റ്യൂംസിന് വേണ്ടിയല്ല കഥാപാത്രം എന്നുള്ളതായിരിക്കാം. ആ ഒരു തിയറിനെ വാലിഡേറ്റ് ചെയ്ത് നിർത്തിക്കൊണ്ട് തന്നെ ഫാസിൽ സാർ ഒരു മൈൽ എക്സ്ട്രാ പോകും. ക്യാരക്ടേഴ്സിന്റെ എസ്പെഷ്യലി ഹീറോയിന്റെ കോസ്റ്റ്യൂം ഡിസൈനിങ് കൊണ്ട് അവരുടെ ലൈഫ് സ്റ്റൈലിലെ വേ ഓഫ് ഡ്രസ്സിംഗ് ഇങ്ങനെയാണ് എന്ന് അസേർട്ട് ചെയ്ത് നമ്മളെ എങ്ങനെ കൺവിൻസ് ചെയ്യും. മാനത്തെ വെള്ളിത്തേരിലെ മെർലിൻ, എന്റെ സൂര്യപുത്രിയിലെ മായ, മണിവത്തൂരിലെ 1000 ശിവരാത്രികളിലെ വിനയചന്ദ്രന്റെ നീനയും, അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിനും പ്രസന്റ് ചെയ്തിരുന്നത് എക്സെപ്ഷണലി ഗുഡ് കോസ്റ്റ്യൂം ഡിസൈൻ കൂടി ചേർത്തിട്ടായിരുന്നു. പപ്പയുടെ സ്വന്തം ഒപ്പോസിലെ ഓലത്തുമ്പത്തിരുന്ന് ഊയലാടും എന്നുള്ള പാട്ട്, അങ്ങനെ ഒരു അമ്മ മകന് പാട്ട് പാടി കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ കൺവെൻഷനൽ ആയിട്ട് വരുന്ന കുറച്ച് വിഷ്വൽസും കോസ്റ്റ്യൂംസും കാര്യങ്ങളും ഉണ്ട്. അത്തരത്തിലുള്ള കൺവെൻഷനൽ രീതികളെ എല്ലാം തോട്ടിലെറിഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം അന്ന് ആ പാട്ട് പിക്ചറൈസ് ചെയ്ത് വെച്ചിരിക്കും. പിന്നെ ഫാസിൽ സാറിന്റെ പഴയ ചില ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വേ ഓഫ് ഡ്രസ്സിംഗ് തന്നെയായിരുന്നു സിനിമയിൽ മമ്മൂക്കൊക്കെ അദ്ദേഹം കൊടുത്തുകൊണ്ടിരുന്നത് എന്നും തോന്നാറുണ്ട്. ഫാസിൽ സാറിന്റെ സിനിമകളിൽ ചില എലമെന്റ്സ് സിറ്റുവേഷൻസ് എല്ലാം റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അത്തരത്തിൽ റിപ്പീറ്റ് ചെയ്യുന്ന വളരെ എലഗന്റ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ഉണ്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ. ഒരു പേപ്പറോ അല്ലെങ്കിൽ സിമിലർ ഒബ്ജക്റ്റോ പിടിച്ച് നായിക പാട്ട് പാടി നടക്കുന്ന പോലത്തെ ഒരു സീക്വൻസ്. ഇതെല്ലാ സിനിമയിലും ഉള്ള ഒരു സീക്വൻസ് ആയിട്ട് തോന്നിയിട്ടില്ല, പക്ഷെ അദ്ദേഹം വളരെ ബ്യൂട്ടിഫുള്ളി ഇത് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഫാസിൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന മറ്റൊരു എലമെന്റ് കൂടിയുണ്ട്. അത് വേറൊന്നുമല്ല, ക്ലൈമാക്സിലെ ഒരു മേജർ ഡിസിഷൻ മേക്കർ ആവുന്നതോ, അല്ലെങ്കിൽ ഒരു ക്രൂഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതോ, അല്ലെങ്കിൽ ഒരു ലോജിക്കൽ സൊല്യൂഷൻ നമുക്ക് തരുന്നതോ ആയിട്ടുള്ള ക്യാരക്ടർ എപ്പോഴും ഒരു ഫീമെയിൽ പേഴ്സൺ ആയിരിക്കും. അത് എല്ലാ സിനിമകളിലും അല്ല, ചില സിനിമകളിൽ. ഒരു നോട്ടീസബിൾ ഇമോഷണൽ മെച്യൂരിറ്റിയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഫാസിൽ സാറിന്റെ സിനിമകൾ കാണുമ്പോൾ അത് വെറും ഒരു ക്ലാസിക് ഡ്രാമ ജോണർ സിനിമ മാത്രമല്ല, പടം തീർന്നു കഴിഞ്ഞ് നമ്മളെ ഹുക്ക് ചെയ്ത് നിർത്തുന്ന എന്തൊക്കെയോ ഉള്ള ഒരു മാജിക്കൽ സ്ക്രിപ്റ്റിങ്ങും ഡിറക്ഷനും ആയിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകളും തോന്നാറുണ്ട്. അങ്ങനെ ഐ ഓൾസോ ബിക്കേം എ ഫാസിൽ ഫാൻ.